സൈക്ലോമിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് എങ്ങനെ എടുക്കാം, ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ, ഇതെല്ലാം നമ്മൾ ഈ വീഡിയോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യയിലെ കർഷകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാകുന്നതിനുള്ള ഒരു പ്രധാന പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. കൃഷി ചെയ്യുന്നവർക്ക് അവരുടെ വിവിധ ആവശ്യങ്ങൾക്കായി സാമ്പത്തിക സഹായം നൽകുന്ന ഈ പദ്ധതി കൂടുതൽ വിപുലീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിലവിൽ 3 ലക്ഷമായിരുന്ന വായ്പാ പരിധി 5 ലക്ഷമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. എന്താണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് നാം നോക്കുമ്പോൾ, കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നത് കർഷകർക്ക് അവരുടെ കൃഷി ആവശ്യങ്ങൾക്കായി ബാങ്കുകളിൽ നിന്ന് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ എടുക്കുന്നതിന് സഹായിക്കുന്ന ഒരു പദ്ധതിയാണ്. വിളകൾ കൃഷി ചെയ്യുന്നതിനാവശ്യമായ പണം, വളം, വിത്തുകൾ, കീടനാശിനി എന്നിവ വാങ്ങുന്നതിനും മറ്റ് അനുബന്ധ ആവശ്യങ്ങൾക്കും ഈ പണം ഉപയോഗിക്കാവുന്നതാണ്. സമയബന്ധിതമായി വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ നിരക്കിലും ഇളവുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ 5 ലക്ഷം രൂപയുടെ പരിധി കൊണ്ടുള്ള കർഷകർക്കുള്ള നേട്ടങ്ങൾ. ഇപ്പോൾ നിലവിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയുടെ വായ്പാ പരിധി 5 ലക്ഷമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് നേട്ടം എന്താണെന്ന് നോക്കുമ്പോൾ, വായ്പാ പരിധി ഉയർത്തിയതിലൂടെ കർഷകർക്ക് ഇനി കൂടുതൽ തുക വായ്പയായി എടുക്കാൻ സാധിക്കും. ഇത് താഴെ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ സഹായകരം ആയിരിക്കും. നമുക്ക് കൃഷി ചെയ്യുമ്പോൾ കൂടുതൽ വിപുലീകരിക്കാനും ഉയർന്ന വിളവ് നേടാനും സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാം ഒഴിവാക്കാനും ഇത് മുഖേന നമുക്ക് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡിന് നമുക്ക് എങ്ങനെ ഒരു സാധാരണ ഒരു വ്യക്തിക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. കിസാൻ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കാൻ വളരെ ലളിതമായ വഴികളുണ്ട്. താഴെ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് അതിനുവേണ്ടി ചെയ്യാനുള്ളത്. വളരെ എളുപ്പമാണ്, നമുക്കത് നോക്കാം. നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ബാങ്കിൻ്റെ ശാഖയെ സമീപിക്കുക. ഗ്രാമീണ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, പൊതുമേഖലാ ബാങ്കുകൾ എന്നിവിടങ്ങളിൽ നിന്ന് KCC ലഭ്യമാണ്. തുടർന്ന് നമ്മൾ ഒരു അപേക്ഷാ ഫോം പൂരിപ്പിക്കുക. ആ അപേക്ഷാ ഫോം നമ്മൾ ബാങ്കിൽ നിന്ന് KCC അപേക്ഷാ ഫോം കൈപ്പറ്റിയത് കൃത്യമായി നമ്മൾ എന്ത് ചെയ്യുക, പൂരിപ്പിച്ച് നൽകേണ്ടതാണ്. അതിനുശേഷം ആവശ്യമായ രേഖകൾ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം താഴെ പറയുന്ന രേഖകൾ നമുക്കിവിടെ സമർപ്പിക്കേണ്ടതായിട്ട് വരും. തിരിച്ചറിയൽ രേഖ, ആധാർ കാർഡ്, വോട്ടർ ID, പാൻ കാർഡ് മുതലായവ സമർപ്പിക്കേണ്ടതായിട്ട് വരും. അതോടൊപ്പം മേൽവിലാസം തെളിയിക്കുന്നതിനുള്ള രേഖ, ആധാർ കാർഡ്, റേഷൻ കാർഡ്, വൈദ്യുത ബില്ല് തുടങ്ങിയവ നമുക്ക് ഹാജരാക്കേണ്ടി വരും. ഭൂമിയുടെ രേഖകൾ, കൃഷിയുടെ അല്ലെങ്കിൽ കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നിശ്ചിത എണ്ണം നമ്മൾ കരുതിയിരിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കയ്യിൽ കരുതിയിരിക്കേണ്ടതായിട്ട് വരും. തുടർന്ന് ബാങ്ക് പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾ സമർപ്പിച്ച അപേക്ഷയും മറ്റു രേഖകളും ബാങ്ക് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നതാണ്. വായ്പ അനുവദിക്കാൻ എല്ലാം ശരിയാണെങ്കിൽ നിങ്ങളുടെ KCC അപേക്ഷ അംഗീകരിക്കുകയും നമുക്ക് വായ്പ അനുവദിക്കുകയും ചെയ്യുന്നതാണ്. നമുക്ക് ഈ വായ്പയ്ക്ക് വേണ്ടി നമുക്ക് അപേക്ഷിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, അപേക്ഷിക്കുന്ന സമയത്ത് എല്ലാ രേഖകളും നമ്മൾ കൃത്യമായി സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ നിബന്ധനകളും വ്യവസ്ഥകളും ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. വായ്പ കൃത്യസമയത്ത് നമ്മൾ തിരിച്ചടയ്ക്കാൻ വേണ്ടി ഇതോടൊപ്പം നമ്മൾ ശ്രമിക്കുക. അതുവഴി നമുക്ക് മികച്ച പലിശ ഇളവുകൾ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ 5 ലക്ഷമായിട്ട് ഉയർത്തിയ നിലവിൽ കർഷകർക്ക് വളരെ പ്രയോജനം കിട്ടുന്ന ഒരു കാര്യമാണ്. ഈ അവസരം എല്ലാ കർഷകരും പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. കൃഷിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതോടൊപ്പം ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ വിവരങ്ങൾ ആവശ്യമാണെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.